ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെല്ലി ഫാറ്റിനെ കുറിച്ചിട്ടാണ്. ബെല്ലി ഫാറ്റിൻ്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരുന്നൊരു കാര്യം ഗുഡ് ലുക്കിംഗ്, അതാണ്. പക്ഷേ ഗുഡ് ലുക്കിങ്ങിന് അപ്പുറത്ത് നമ്മുടെ ബെല്ലി ഫാറ്റ് ഉള്ളവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഹാർട്ട് പ്രോബ്ലംസ് വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റും നല്ലൊരു റെസ്റ്റും അതുപോലെ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും കഴിയുകയാണെങ്കിൽ, റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ യോഗയും ചെയ്യുന്നുണ്ടെങ്കിൽ ബെല്ലി ഫാറ്റ് തീർച്ചയായും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിൻ്റെ യോഗ ആസനാസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തടാകി മുദ്രയാണ്. അത് നമ്മൾ അബ്ഡോമിനൽ മസിൽസിലേക്ക് ഒരു അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് തടാകി മുദ്ര ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മലർന്ന് കിടക്കുക, കാലുകൾ ബെൻഡ് ചെയ്ത് വെക്കുക, കൈകൾ ഇരുവശത്തായിട്ട് വെക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻഹെയിൽ ചെയ്യുന്നു. എക്സേൽ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ അബ്ഡോമൻ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ്. നമ്മുടെ പെൽവിക് ഫ്ലോറിനെ ആദ്യം ടിൽറ്റ് ചെയ്തുകൊണ്ട് ലോവർ ബാക്ക് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നു, അബ്ഡോമനൽ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു. അതാണ് തടാകി മുദ്രയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ ഒരു നാച്ചുറൽ കർവ് നമ്മുടെ ബാക്കിലുണ്ടായിരിക്കും. നമുക്ക് ഈ കൈയെ ബാക്കിലിടാൻ സാധിക്കും, ഇല്ലേ? ഒരു ബാക്കിൽ ചെറിയൊരു ആർച്ചുണ്ട്. ഈ ആർച്ച് ഇല്ലാതാക്കി ലോവർ ബാക്കിനെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്ത് അബ്ഡോമനൽ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അബ്ഡോമനൽ മസിൽസ്, ലോവർ ബെല്ലി ഉള്ളിലേക്ക് നന്നായി സക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക. അതാണ് തടാകി മുദ്രയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇൻഹെയിൽ ചെയ്യുന്നു, നാച്ചുറൽ കർവ്. അതിനുശേഷം എക്സേൽ ചെയ്യുന്നു, ലോവർ ബാക്ക് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക, അബ്ഡോമൻ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 and exhale, relax. Again inhale, exhale ചെയ്യുമ്പോൾ വീണ്ടും pelvic floor tilt ചെയ്യുക, ലോവർ ബാക്ക് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുന്നു, അബ്ഡോമൻ ടൈറ്റ്, suck your belly in, hold. 1 2 3 4 5, relax. ഇതേപോലെ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തടാകി മുദ്രയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഹോൾഡിങ് ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട്, ഇപ്പം നമ്മൾ 5 times ആണ് ചെയ്തത്, ഹോൾഡ് ചെയ്തത്. ഇതൊരു 10 to 15 കൗണ്ട് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇത് കോർ മസിൽസിനെ എൻഗേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെഗ് റേസ് ആണ്, ഉത്താന പാദാസന. ഉത്താന പാദാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം കാലുകൾ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക, കൈകൾ ബോഡിയുടെ ഇരുവശത്തായിട്ട് വെക്കുന്നു. ഇനി ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഉത്താന പാദാസന ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ബാക്ക് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അതുകൊണ്ട് കൈകൾ രണ്ടും ബട്ടക്സിന് താഴെ കമഴ്ത്തി വെക്കുക, കാലുകൾ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുന്നു. ഈ കൈകൾ വെക്കുന്നത് നമ്മുടെ ബാക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ 2 കാലുകളും മുകളിലേക്ക് ഉയർത്താം. എക്സേൽ ചെയ്തുകൊണ്ട് സ്ലോലി അബ്ഡോമൻ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലോവർ ബാക്ക് ഫ്ലോറിൽ ടച്ച് ചെയ്യണം, ബാക്കിൽ ആർച്ച് ഉണ്ടാവരുത്. വളരെ സ്ലോലി കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു പോയിന്റിൽ കാല് താഴേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ സ്ട്രെയിൻ തോന്നുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാല് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക. താഴേക്കല്ല കൊണ്ടുപോകേണ്ടത്, 90 ഡിഗ്രിയിലേക്ക്. അങ്ങനെ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു 45 to 90 ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കോർ മസിൽസ് സ്ട്രെങ്ത് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാലുകൾ താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സ്ലോലി റിലാക്സ്. നമ്മളിപ്പോൾ ചെയ്തത് 5 കൗണ്ടാണ്. ഇതേപോലെ ഒരു 30 കൗണ്ട് വരെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു 3 സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കൈകൾ രണ്ടും ബോഡിയുടെ ഇരുവശത്തായിട്ട് ഷോൾഡർ ലെവലിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു.
കാലിൻ്റെ കാഫ് മസിൽസ് ഫ്ലോറിലേക്ക് പാരലൽ ആയിട്ടിരിക്കണം. ഇനി റൈറ്റ് ലെഗ് മാത്രം 90 ഡിഗ്രി ഉയർത്തുക. ഇനി എക്സേൽ ചെയ്തുകൊണ്ട് ഒരു 45 ഡിഗ്രിയിലേക്ക് താഴെ കൊണ്ടുവരും. അഗെയിൻ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഇവിടെയും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോവർ ബാക്കിൽ ആർച്ച് ഉണ്ടാവരുത്. അബ്ഡോമിനൽ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു 5 റൗണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാലുകൾ അബ്ഡോമിനൽ മസിൽസ് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഒരു കോർ സ്ട്രെങ്ത് ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്കിത് ഹോൾഡ് ചെയ്യാം. 45 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5. ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ് and bend your knee, then left leg. Bend your knee, then hug your knee. അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ ബാക്കിൽ എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ നീ ബെൻഡ് ചെയ്ത് വെച്ച് 2 സൈഡിലേക്കും ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ദെൻ റിലാക്സ്. നമ്മളിപ്പോൾ ചെയ്തത് 3 യോഗിക് മൂവ്മെൻറ്റ്സുകളാണ്. ഇത് 3ഉം ബെല്ലി ഫാറ്റിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പോസസ്സാണ്. ഇത് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഓരോന്നും ഒരു 10 to 30 കൗണ്ട് വരെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യോഗ ആസനാസം ടിപ്സുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.